സംസ്ഥാനത്തെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ജനുവരി 1 മുതൽ നടപ്പാക്കി വരുന്ന കെ സ്മാർട്ട് സംവിധാനം വഴി പുനലൂർ നഗരസഭയിലെ ആദ്യ ജനന സർട്ടിഫിക്കറ്റ് നൽകി. അനൂപ് എം.ഒ, മായാദേവി എം ദമ്പതികൾക്ക് പുനലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ജനിച്ച കുട്ടിക്ക് ജെയ്തൻ മോസ് എന്ന പേരിട്ടാണ് സർട്ടിഫിക്കറ്റ് നൽകിയത്. കെ സ്മാർട്ട് പ്രാബല്യത്തിൽ വന്നതോടെ ജനങ്ങൾക്ക് ഓഫീസിൽ വരാതെ തന്നെ അപേക്ഷകൾ ഓൺലൈനായി നൽകാവുന്നതും സർട്ടിഫിക്കറ്റുകൾ പ്രിന്റ് എടുക്കാവുന്നതുമാണ്. ഇതിലൂടെ കൂടുതൽ സുതാര്യവും വേഗതയും കൈവരിക്കാൻ കഴിയും. നഗരസഭയിലെ എല്ലാ സേവനങ്ങളും ഇനി ഓൺലൈനായി മാത്രമാണ് സ്വീകരിക്കുന്നത്. ആദ്യ നാളുകളിൽ നഗരസഭാ ഓഫീസിൽ ഫെസിലിറ്റേഷൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് സ്വന്തമായോ അക്ഷയ പോലെയുള്ള ഓൺലൈൻ കേന്ദ്രങ്ങളിൽ നിന്നോ അപേക്ഷകൾ നൽകാവുന്നതാണ്. ആദ്യ ജനന സർട്ടിഫിക്കറ്റ് നഗരസഭ കൗൺസിൽ ഹാളിൽ വെച്ച് ബുധനാഴ്ച രാവിലെ 11-ന് നഗരസഭാ അധ്യക്ഷ ബി സുജാത കുട്ടിയുടെ അച്ഛൻ അനൂപിന് കൈമാറി. കേരളം സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഏറ്റവും മുൻനിരയിലെത്തി എന്നുള്ളതിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഇന്ന് കേരളത്തിൽ കെ സ്മാർട്ട് പദ്ധതിയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടി ആധുനിക രീതിയിൽ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കപ്പെടുന്നതിന് വേണ്ടിയും ഈ ഫയലുകളാക്കുന്ന തരത്തിലേക്കും നമ്മളുടെ സംസ്ഥാനം മാറിയിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും ഇപ്പോൾ ആദ്യപടി എന്ന നിലയിൽ പ്രധാനപ്പെട്ട 8 മേഖലകളിൽ ബർത്ത് ആൻഡ് ഡെത്ത്, പെർമിറ്റുകൾ അങ്ങനെ തുടങ്ങുന്ന 8 മേഖലകളിൽ കെ സ്മാർട്ട് ആക്കുന്നതോടുകൂടി മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് രേഖകൾ ഫയലുകളാക്കി മാറ്റുന്നതിന് അതിനെയെല്ലാം തന്നെ അതാത് സമയങ്ങളിൽ തന്നെ 2-3 മിനിറ്റിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റുകളായി മാറുന്നതിനും അതുപോലെ പെർമിറ്റുകളൊക്കെ അനുവദിക്കപ്പെടുന്നതിന് വളരെ കൃത്യമായി രേഖപ്പെടുത്തലുകൾ നടത്തി കഴിയുമ്പോൾ ആ സമയത്ത് തന്നെ പെർമിറ്റ് നേടുന്നതിനുള്ള ഒരു അവസരമാണ് നമ്മളുടെ മുന്നിലുള്ളത്. സാങ്കേതിക വിദ്യ ഇത്രയേറെ പുരോഗമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വികസിത രാഷ്ട്രങ്ങളെക്കാൾ മുന്നിൽ കേരളം എത്തുന്നു എന്നുള്ളതിനുള്ള തെളിവാണ് ഇത്തരത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച ഭരണമേഖലയിലും അതിൻ്റെ നേതൃത്വത്തിലും പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. വൈസ് ചെയർമാൻ ഡി ദിനേശൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിനോയ് രാജൻ, വസന്ത രഞ്ജൻ, അഡ്വക്കേറ്റ് പി എ അനസ്, പ്രിയപിള്ള, കൗൺസിലർമാരായ വി പി ഉണ്ണികൃഷ്ണൻ, നിമ്മി എബ്രഹാം, കെ പുഷ്പലത, എസ് സതീഷ്, മുനിസിപ്പൽ സെക്രട്ടറി സുമയ്യ BVS, ക്ലീൻ സിറ്റി മാനേജർ കെ ജയകുമാർ, ജനന മരണ രജിസ്ട്രാർ കെ പുഷ്പകുമാർ, 2ാം ഗ്രേഡ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബി അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.